നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ പ്രതിപക്ഷ നേതാവാക്കിയാണ് കോൺഗ്രസ് പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുതൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ പ്രോ ടേം സ്പീക്കറാക്കണമെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കോൺഗ്രസിലെ ഏറ്റവും സീനിയർ എം പി മിടുക്കൻ, സർവോപരി ദളിത് സമുദായ അംഗം, പിന്നെ ഇന്ന് രാഹുലിന്റെയും പ്രിയങ്കയുടെയും നാളെ വാദ്രയുടെയും കുടുംബ വീടായ കേരളത്തിൽ നിന്നുള്ള അംഗം. ഏത് നിലയ്ക്ക് നോക്കിയാലും പ്രതിപക്ഷ നേതാവാക്കേണ്ടത് ഈ മനുഷ്യനെയാണ്. 2 ദിവസത്തേക്കുള്ള പ്രോ ടേം സ്പീക്കർ ആക്കാത്തതിലുള്ള പ്രതിഷേധം എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിക്കേണ്ടത്? പ്രിയ സുഹൃത്ത് കൊടിക്കുന്നിൽ സുരേഷിന് മുൻകൂറായി സർവ്വമംഗളങ്ങളും നേരുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ബി.ജെ.പി. എം പി ഭർതൃഹാരി മഹതാബിന്റെ പ്രോ ടേം സ്പീക്കറായി നിയമിച്ച രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന അംഗമായതിനാൽ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടേം സ്പീക്കറായി നിയമിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. ലോക്സഭയിലെ മുതിർന്ന അംഗവും കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടേം സ്പീക്കറാക്കാത്തത് അദ്ദേഹം 2 തവണ പരാജയപ്പെട്ടതിലാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ലോക്സഭയിലേക്ക് വിജയിച്ചു എന്ന അംഗമാണ് പ്രോ ടേം സ്പീക്കറാവുന്ന കീഴ്വഴക്കമുള്ളതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു വിശദീകരിച്ചു. 1998 മുതൽ ഒഡീഷയിലെ കട്ടക്കിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചെത്തിയ അംഗമാണ് ഭർതൃഹാരി മഹതാബ്. എന്നാൽ കൊടിക്കുന്നിൽ 1998-ലും 2004-ലും ലോക്സഭയിലേക്ക് പരാജയപ്പെട്ട ആളാണ്. ആകെ 8 തവണ കൊടിക്കുന്നിൽ എം പി ആയെങ്കിലും തുടർച്ചയായ വിജയങ്ങളുടെ എണ്ണത്തിൽ ഭർതൃഹാരിയാണ് മുന്നിലെന്നും അതാണ് കീഴ്വഴക്കമെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ദളിതനായതിന്റെ പേരിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ബി.ജെ.പി. പ്രോ ടേം സ്പീക്കർ ആക്കാത്തതെന്ന കോൺഗ്രസിന്റെ നാണംകെട്ട ആരോപണങ്ങളാണ് ഇതോടെ പൊളിഞ്ഞടുങ്ങുന്നത്. പ്രോ ടേം സ്പീക്കർ എന്നത് താൽക്കാലിക പദവി മാത്രമാണ്. ലോക്സഭയുടെ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ല പ്രോ ടേം സ്പീക്കർക്ക് എന്നത് മനസ്സിലാക്കണം. സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് വരെയുള്ള താൽക്കാലിക ക്രമീകരണമാണ്. ചട്ടങ്ങളും നിയമങ്ങളും അറിയാത്തവരാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും കിരൺ റിജിജു പറഞ്ഞു. ഭരണഘടനയുടെ 95 ക്ലോസ് 1 ചട്ടപ്രകാരം ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് വരെയുള്ള സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന പ്രോ ടേം സ്പീക്കറായി ഭർതൃഹാരിയെ നിയമിച്ചത് വ്യാഴാഴ്ച രാത്രിയാണ്. ഉത്തരവിറക്കിയത് രാഷ്ട്രപതിയാണ്.